ഹലോ, വെൽക്കം. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നത്. ലക്ഷദ്വീപ് ടു കൊച്ചിയാണ് കേട്ടോ. അപ്പോൾ ഷിപ്പിലെ ഈസ്തറ്റിക്സ് എത്രമാത്രം കാണിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ബോഡിയും ഷിപ്പും അങ്ങോട്ട് സ്യൂട്ടാവാറില്ല. ഈ ഒരു ജനലിൽ കൂടെ ആൾ നോക്കിയിരുന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു ദ്വീപിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡയറക്റ്റ് ഷിപ്പിലല്ല, വേറൊരു ദ്വീപിൽ കൂടി ആണ് പോകുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആൻഡ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ. പക്ഷെ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങുമൊന്നും വേണ്ട. അപ്പോൾ ഇതാ നമ്മൾ നോക്കിയിരുന്ന് നമ്മുടെ 12 hours ഓഫ് ജേർണി നമ്മൾ കൊച്ചി കായലിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ഷിപ്പിലിരുന്നുകൊണ്ട് ഇത്രയും ടൈം ട്രാവൽ ചെയ്തിട്ട് ആ ഒരു കൊച്ചിയിലേക്ക് അടുക്കുമ്പോഴുള്ള ഒരു സീൻസ് ഉണ്ടല്ലോ, ഒരു ദ്വീപുകാരനെ സംബന്ധിച്ച് എത്ര കാലം കണ്ടാലും കൊതി തീരാത്ത ഒന്നാണ്. നമ്മൾ ബാഗൊക്കെ എടുത്ത് നമ്മൾ കൊച്ചിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദ്വീപുകാർ പൊതുവെ കൊച്ചിയിൽ വരാം ഒന്നുകിൽ പഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസിക്കായിരിക്കും പെട്ടെന്ന് ഷിപ്പിൽ കയറി വരാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് കയറി വന്നതിന് കാരണം ഒരു മെഡിക്കൽ എമർജൻസി തന്നെ കേട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ വൈകിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരു 7 മണിക്ക് ചെന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഈ ഒരു ടൈം ആയപ്പോഴാട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി എണീറ്റപ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു. ദീപാവലി ആയതുകൊണ്ട് തന്നെ നല്ല ഫയർ വർക്ക്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ബാൽക്കണിയിൽ ചെന്ന് അതൊക്കെ നോക്കിയിരുന്നു കേട്ടോ. നമ്മൾ ഫയർ വർക്ക്സ് ഒക്കെ കാണാത്തൊന്നുമല്ല, എന്നാലും ഉള്ള കാര്യങ്ങൾ കാണുന്നത് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു സീനൊക്കെ ഒരു 2-3 days കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തെവിടെയും പോകാറുണ്ടായിരുന്നില്ല. സോ നമ്മൾ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവർ നമ്മളെപ്പോലെ എറണാകുളത്തേക്ക് വന്നതാണ്. കുറച്ച് പേര് ദ്വീപിൽ നിന്ന് വന്നതാണ്. ഒരാൾ ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഈ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് ഒത്തുകൂടിയതാണ് കേട്ടോ. മാത്രമല്ല ഇത് അവരുടെ പുതിയ വീടാണ്. എൻ്റെ ഒരു ഹൗസ് വാമിങ്ങും കൂടെ ആയിരുന്നു. വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു മക്കളുടെ കളികളൊക്കെ കണ്ടിരുന്നു. ഇത് പരിപാടിയായിരുന്നാലും നമുക്ക് ഫുഡാണ് കേട്ടോ എപ്പോഴും മെയിന്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി രാത്രിക്കുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്ത് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും നമ്മുടെ തനതായ ലക്ഷദ്വീപ് സ്റ്റൈലിലുള്ള കറികളും ചോറും ഒക്കെ ആയിട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കുക്ക് ചെയ്യുന്ന ആള് വീഡിയോ എടുക്കുന്നില്ലേ ചോദിച്ച് എന്നെ കൊണ്ട് ഈ കിച്ചൺ മുഴുവനും വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ. ട്രാവൽ വ്ലോഗ് എത്രമാത്രം ട്രാവൽ വ്ലോഗ് ആയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു.